ഇറങ്ങിയ ആ സമയം മുതൽ നമ്മൾ ബാക്കിൽ നമ്മൾ തന്നെ തുന്നി ഉണ്ടാക്കിയ ഡ്രസ്സാണിത്. നമ്മൾ തന്നെ കൈകൊണ്ട് തുന്നി ഉണ്ടാക്കിയ ഡ്രസ്സാണ് ഇപ്പോൾ ബാക്കിൽ കാണുന്നത്. ഇന്ന് എമ്പുരാൻ തിയേറ്ററിൽ അങ്ങനെ നിറഞ്ഞോടുമ്പോൾ ലാലേട്ടൻ്റെ ആരാധകരുടെ പൂണ്ട് വിളയാട്ടമാണ് നമ്മൾ പല തിയേറ്ററിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഏറെ വ്യത്യസ്തനായിട്ടുള്ള ലാലേട്ടൻ്റെ ഒരു ആരാധകനെ നിങ്ങൾക്ക് മുമ്പിലൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ലാലേട്ടൻ്റെ എമ്പുരാൻ കളിക്കുന്ന തിയേറ്ററിൽ ഇതാ പടം ഫസ്റ്റ് ഫാൻസി ഷോ വിടാൻ തയ്യാറായി നിൽക്കുമ്പോൾ പരപ്പനങ്ങാടി ജയകേരള തിയേറ്ററിൽ കണ്ടില്ലേ, ആരാധകരെ ശാന്തരാഘവൻ മോഹൻലാൽ ദൃശ്യം 3ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ചെയ്യുന്ന ഒരു ആരാധകനെയാണ് ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്നത്. മുഹമ്മദ് ഫൈസൽ അല്ലേ? വലിയ കട്ട ഫാനാണോ ലാലേട്ടൻ്റെ? സിനിമ കണ്ടിട്ടേ മറ്റുള്ള ജോലികൾ ചെയ്യുള്ളൂ. എന്ത് ജോലിയും ചെയ്യുള്ളൂ? എന്ത് ജോലിയും ചെയ്യുള്ളൂ. ദൃശ്യം 3ക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ? അതിനാണിപ്പത് അല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ സിനിമ കണ്ടിട്ടില്ല, കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ അല്ലേ? പിന്നെ വേറെന്താ ബാക്കിൽ എന്തൊക്കെയോ ഞാൻ ഒരു ചിത്രം കണ്ടല്ലോ, അതൊന്നും തിരിഞ്ഞാണേണ്ട്. ഇദ്ദേഹത്തിൻ്റെ പുറകു വശത്ത് ആശീർവാദ് സിനിമാസ്, എമ്പുരാൻ, അതുപോലെ തന്നെ എബ്രഹാം ഖുറേഷി കണ്ടോ? ഇത് ലാലേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ നെയിം വരെ ഇട്ടിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു ടീഷർട്ടൊക്കെ തൂക്കിക്കൊണ്ടാണ് ഈ ആരാധകൻ വന്നിട്ടുള്ളത്. ഈ ലാലേട്ടൻ എത്ര ഇഷ്ടപ്പെടാൻ എന്താ കാരണം? ലാലേട്ടൻ്റെ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഏത് സിനിമ കണ്ടിട്ടാണ് ആദ്യമായി ഇഷ്ടം തോന്നിയത്? ആദ്യം കണ്ടത് 6-ാം തമ്പുരാൻ സിനിമ കണ്ടത്. 6-ാം തമ്പുരാൻ 97-99 കാലത്ത് അല്ലേ? അപ്പോൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരുപാട് പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷകളുണ്ട്. 6 മണിക്ക് ഫാൻസിൻ്റെ ഷോ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്തേ 6 മണിക്ക് ഇവിടെ എത്താഞ്ഞ്? പിന്നെ നോമ്പായതുകൊണ്ട്. അതെ, നോമ്പായതുകൊണ്ട് എത്തിയില്ല. അപ്പോൾ നോമ്പൊക്കെ നോറ്റ് വന്നാണോ? നോമ്പ് നോറ്റ് വന്നു. അപ്പോൾ സിനിമ കാണാൻ വേണ്ടി വന്നാണ് അല്ലേ? അത് ശരി. അപ്പോൾ നമ്മൾ പൊളിക്കും. ലാലേട്ടനെ കാണുമ്പോൾ എന്താ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ചെയ്യുക? ആവേശം തന്നെ, പൊളിച്ചെടുക്കും അല്ലേ? അപ്പോൾ ലാലേട്ടനെ സ്നേഹിക്കുന്ന ഇതുപോലുള്ള ഒരുപാട് പേര് ഇന്ന് കേരളത്തിലുണ്ട് അല്ലേ? പ്രത്യേകിച്ച് ഈ ഒരു എമ്പുരാന് വേണ്ടിയിട്ട് കുറേ കാലങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അത് ആ സിനിമ ലൂസിഫർ ഇറങ്ങിയ ആ സമയം മുതൽ നമ്മൾ ബാക്കിൽ നമ്മൾ തന്നെ തുന്നി ഉണ്ടാക്കിയ ഡ്രസ്സാണിത്. നമ്മൾ തന്നെ കൈകൊണ്ട് തുന്നി ഉണ്ടാക്കിയ ഡ്രസ്സാണ് ഇപ്പോൾ ബാക്കിൽ കാണുന്നത്. അതെ, അത് ശരി. 54 പകല് വെച്ചിട്ട് തുന്നി ഉണ്ടാക്കിയ ഡ്രസ്സാണ്. 54 പകലുണ്ട്. 54 ദിവസം എടുത്തു. ഇത് എംബ്രോയിഡാണ്, ബാക്കിലുള്ളത് തുന്നിയതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു പേര് 54 ദിവസം എടുത്തിട്ടാണ് നിങ്ങൾ തുന്നി ഉണ്ടാക്കിയത്. അപ്പോൾ ആരൊക്കെ എമ്പുരാൻ സിനിമ കണ്ടവരൊക്കെ ഒന്ന് അഭിപ്രായം കൂടി ഒന്നുകൊണ്ട് പറഞ്ഞാട്ടെ. എന്തായാലും കേരളത്തിലെ തിയേറ്ററുകളിൽ ശരിക്ക് എന്താ പറയുക, ലാലേട്ടൻ്റെ ആരാധകരുടെ നിറഞ്ഞ ഒരു സാന്നിധ്യം തന്നെയാണ് ഫസ്റ്റ് ഷോയ്ക്ക് നമ്മൾ കണ്ടത്. നല്ല പബ്ലിക്